ഹലോ കൂട്ടുകാരെ, ഇന്നത്തെ ദിവസത്തേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പം ഞാൻ കുറേ ദിവസമായി ഒരു ലോങ് വീഡിയോ എടുത്തിട്ട്, അപ്പം വലിയ വലിയ ലോങ് വീഡിയോ ഒന്നും എടുക്കേണ്ട ഒരിതില്ല എനിക്ക്. എന്നാലും ചെറുതായിട്ട് എന്തെങ്കിലും എടുക്കണ്ടേ എന്ന് കരുതിയിട്ട് ഇന്ന് എടുത്ത വീഡിയോസാണ്. പക്ഷെ ഞാൻ എന്തായാലും വേർത്ത് കുളിച്ച് നിൽക്കും. അപ്പം നിങ്ങൾ വിചാരിക്കും ഞാൻ എന്ത് ചെയ്തിട്ടാണ് ഇങ്ങനെ നിൽക്കുന്നത്, എവിടെ പോയെന്ന്. അപ്പം ഞാൻ പോയതെന്ന് സ്കൂളിലാണ്, PTA മീറ്റിംഗ് ആയിട്ട് പോയതാണ്. PTA മീറ്റിങ്ങിന് പോകുമ്പോഴത്തേക്ക് സ്കൂളിൽ പോകുമ്പോൾ ഞാൻ അങ്ങനെ മൊബൈൽ എടുക്കത്തില്ല. പിന്നെ വല്ല കലാപരിപാടികളൊക്കെ നടക്കുമ്പോൾ നമ്മൾ ചിലപ്പം പിള്ളേരുടെ ഡാൻസോ പാട്ടൊക്കെ എടുക്കും. അല്ലാതെ ക്ലാസ് മീറ്റിങ്ങോ PTA മീറ്റിങ്ങൊക്കെ പോകുമ്പോൾ ഞാൻ മൊബൈൽ എടുക്കത്തില്ല. കാരണം എന്തിന്, എൻ്റെ മോളോടെ പഠിക്കുന്ന കുട്ടികൾക്ക് എല്ലാവർക്കും അറിയാം അവളുടെ അമ്മ ചെറിയൊരു യൂട്യൂബൊക്കെ എടുക്കുന്ന കാര്യം. അപ്പം എനിക്കതൊരു ചമ്മലാണ്. കാരണം വേറെ ഒന്നുമല്ല, നമ്മൾ മക്കളുടെ മുമ്പിൽ നമ്മുടെ മക്കളെ പോലെ തന്നെ അവരെല്ലാവരും. അപ്പം നമ്മളവിടെ പോയി വലിയ ഇതൊന്നും കാണിക്കേണ്ട ആവശ്യമില്ല. അപ്പം ടീച്ചർമാർക്ക് അറിയത്തില്ലെങ്കിൽ പിന്നെ എന്തിനാണ് അവരെ കൂടെ അറിയിക്കണേ. എനിക്ക് ഭയങ്കര നാണക്കേടാണ് ഗൈസ്. അപ്പോൾ ഞാൻ പക്ഷേ അതിൻ്റേതായിട്ട് എനിക്ക് നാണക്കേടും ചമ്മലൊക്കെ ഉണ്ട്. പിള്ളേർ ചിരിക്കുമ്പോൾ തന്നെ എനിക്ക് ഭയങ്കര ചമ്മലാണ്. ഞാനും ഇത്രയും വലിയ ശരീരം ഉണ്ടെങ്കിലും ഉള്ളിൽ ഭയങ്കര കൊച്ചു പിള്ളേരുടെ സ്വഭാവമാണ്. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് ഞാൻ പുറത്തിറങ്ങിയപ്പം റോഡിൻ്റെ സൈഡിലൊരു കടയുണ്ട്. റോഡ് സൈഡിലൊരു കടയുണ്ട്. ആ കടയിൽ നല്ല സാധനങ്ങളൊക്കെ ഇരിക്കുന്നുണ്ട്. പിന്നെ അവിടെ നിന്ന് കുറച്ച് വാങ്ങിച്ചിട്ട് വീട്ടിൽ വന്ന് നേരെ കട്ടൻ ചായ ഇട്ടിട്ട് മക്കളെ വിളിച്ച്. അപ്പോൾ അവളുമാരങ്ങനെ വരത്തില്ല, പക്ഷേ എന്നാലും വിളിച്ചപ്പോഴത്തേക്ക് രണ്ടുപേരും കൂടെ വന്നിരുന്നു. കാരണം നേരത്തെ കഴിച്ച് കഴിഞ്ഞാൽ പിന്നെ എളുപ്പ ജോലിയാണല്ലോ. അല്ലെങ്കിൽ പിന്നെ ഇതിന് വേണ്ടിയിട്ട് സന്ധ്യയ്ക്ക് ചായ ഇടണം, അത് ചെയ്യണം, ഇത് ചെയ്യണം അല്ല. അപ്പോൾ രണ്ടുപേരെയും കൂടെ വിളിച്ചിരുത്തി. അപ്പോൾ ഒരാൾ കുളിക്കാൻ വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പിന്. അപ്പോൾ വന്നുടനെ അവൾ കുളിച്ചിട്ടാണ് വിളക്ക് എത്തിക്കേണ്ട ബാക്കിയുള്ള ഒരുക്കങ്ങൾ. അപ്പം മൂത്തോളും പറഞ്ഞു വാടി വന്ന് നമുക്കിത് കഴിച്ചിട്ട് നീ പോന്ന് പറഞ്ഞു. അങ്ങനെ നിർബന്ധിച്ച് വിളിച്ചപ്പോൾ അവളും വന്നു. പിന്നെ അവളും ഇരുന്ന് ആ യൂണിഫോം പോലും മാറ്റിയില്ല, അവൾ വന്നിരുന്ന് ചായയൊക്കെ കഴിച്ചു. അപ്പോൾ എനിക്കിഷ്ടപ്പെട്ട സാധനം ഇതിലുണ്ട്, പരിപ്പ് വട, പിന്നെ വാഴയ്ക്കപ്പം, മുളക് ബജി, എന്തൊക്കെ സാധനങ്ങളുണ്ട്. വാഴയ്ക്കപ്പം, മുളക് ബജി, ഉള്ളിവട, ഉഴുന്നുവട, അങ്ങനെയൊക്കെ എന്തൊക്കെ 4-5 ഐറ്റം വാങ്ങിച്ചുകൊണ്ട് കൊടുത്ത്. പക്ഷേ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതാണ് പരിപ്പ് വട. അപ്പോൾ അതിൻ്റെ കൂടെ കട്ടൻ ചായ. എനിക്ക് എന്തെങ്കിലും കിട്ടിയാൽ ഒത്തിരി വെള്ളം വേണം. അപ്പോൾ ഞാൻ ആ ഒരു ഗ്ലാസ് നിറച്ചും ചൂട് കട്ടൻ ചായ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ എടുത്ത് കാണിക്കണണ്ട വാഴയ്ക്കപ്പം, ഉഴുന്നുവട, ഉള്ളിവട എന്നൊക്കെ പറഞ്ഞു. പക്ഷേ എണ്ണയാണ്, വല്ലപ്പോഴും വാങ്ങിച്ച് കൊടുക്കണതുകൊണ്ട് കുഴപ്പമില്ല പിള്ളേർക്കൊക്കെ. അതുകൊണ്ടിട്ട് അങ്ങനെ വലിയ ഇതൊന്നും വരത്തില്ല. കാരണം എന്നും നമ്മൾ കഴിക്കണമല്ലോ, വല്ല മാസത്തിൽ അപ്പോഴൊക്കെയല്ലേ കഴിക്കത്തുള്ളൂ. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ കുഞ്ഞു വീഡിയോ. ഈ വീഡിയോ ഒന്ന് ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് ലൈക്കൊക്കെ അടിക്കണേ പ്ലീസ് കേട്ടോ. ലെന്ത് വീഡിയോ ആണ്, വലുതൊന്നും വിചാരിച്ചിട്ട് ആരും കാണാതിരിക്കില്ല കേട്ടോ. ഇത് കുഞ്ഞു വീഡിയോ അല്ലേ, ഇത് വലിയ ലെന്തൊന്നുമില്ല, കുറച്ചൊക്കെ ഉള്ളൂ. അപ്പോൾ അതെല്ലാവർക്കും കാണാം കേട്ടോ. അപ്പം ബാക്കി